തന്നെ 3.5 ലക്ഷത്തിലേറെ വോട്ടിന് ജയിപ്പിച്ച വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരികയാണ്. സിറ്റിംഗ് മണ്ഡലമായ വയനാട് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്താനാണ് നിലവിലെ ധാരണ. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതിനാൽ അത് മുതലെടുക്കാൻ രാഹുലിന്റെ സാന്നിധ്യം യുപിയിൽ വേണമെന്നാണ് പാർട്ടി പക്ഷം. വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി നാളെയാണ് എത്തുന്നത്. പകരം മത്സരിക്കാൻ എത്തുന്നയാളുടെ പേര് നാളെ പ്രഖ്യാപിക്കില്ലെന്നാണ് സൂചന. മലപ്പുറം ജില്ലയിലും കൽപ്പറ്റയിലുമായിരിക്കും രാഹുൽ വോട്ടർമാരെ കാണുക. രാഹുൽ പോയാൽ പകരമാര് എന്നതാണ് ഇനി ആകാംക്ഷ. പ്രിയങ്ക മത്സരിക്കണമെന്നാണ് ഭൂരിഭാഗം വോട്ടർമാരുടെയും ആഗ്രഹമെങ്കിലും പ്രിയങ്ക മത്സരിക്കുമോ എന്നത് ചോദ്യമാണ്. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതിനാൽ അത് മുതലെടുക്കാൻ രാഹുലിന്റെ സാന്നിധ്യം യുപിയിൽ വേണമെന്നാണ് പാർട്ടി പക്ഷം. രാഷ്ട്രീയ ശരി റായ്ബറേലിയാണെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തൽ. എന്നാൽ വോട്ടർമാരെ കാണാൻ വരുമ്പോൾ രാഹുൽ എന്തു പറയുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏത് ലോക്സഭാ മണ്ഡലത്തിൽ തുടരാനാണ് താൽപ്പര്യമെന്ന് ശനിയാഴ്ചക്കകം രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർക്ക് കത്തു നൽകും. അതുവരെ രാഹുൽ ഗാന്ധി മൗനം അവലംബിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. വയനാട് മണ്ഡലത്തിൽ നിന്ന് UDF പ്രതിനിധി സംഘം ദില്ലിയിലെത്തി മണ്ഡലം ഒഴിയരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. മറിച്ചായാൽ പകരം പ്രിയങ്ക വരണമെന്നാണ് താൽപ്പര്യം. സംസ്ഥാന നേതാക്കൾ നിന്നാൽ പടലപ്പിണക്കവും കാലുവാരലും ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് KPCCക്ക് പേടി. പ്രിയങ്കയും നോ പറഞ്ഞാൽ K മുരളീധരന് നറുക്കു വീണേക്കും. രാഹുൽ പോകുമ്പോഴുള്ള വോട്ടർമാരുടെ മടുപ്പ് മുരളിയെ വെച്ച് മറികടക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് വിട്ട് DIC ആയി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ മുരളീധരൻ 1 ലക്ഷത്തോളം വോട്ടുകൾ നേടിയിരുന്നു. മുസ്ലിം ലീഗിനും താൽപ്പര്യം മുരളിയോടെന്നതും അനുകൂലമാണ്. ഇടതുപക്ഷത്ത് ആനി രാജ തന്നെ വരാനാണ് സാധ്യത. അതേസമയം NDA ആരെ നിർത്തുമെന്നതും കാത്തിരുന്നു കാണണം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.